നമസ്കാരം. നവകേരള സദസ്സ് കഴിഞ്ഞു. ആ നവകേരള സദസ്സ് വന്നപ്പോൾ നമ്മളെല്ലാം പറഞ്ഞത് മുഖ്യമന്ത്രിയെ 1 കോടിയിലധികം രൂപ വില വരുന്ന ഒരു വാഹനത്തിൽ കയറി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് എന്നാണ്. അതിനെ കളിയാക്കിയവരുണ്ട്, അതിനെ പരിഹസിച്ചവരുണ്ട്, അതിനെതിരെ നിശ്ചിതമായ വിമർശനങ്ങൾ ഉന്നയിച്ചവരുണ്ട്, അതിനെതിരെ പ്രതിഷേധിച്ചവരുമുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. കഴിഞ്ഞ 36 ദിവസമായി ഒരു മുഖ്യമന്ത്രിയും കുറേ മന്ത്രിമാരും ഒരു ബസ്സിനുള്ളിൽ കയറി നിന്ന് ഇങ്ങനെ കേരളത്തിലെ ജനങ്ങളെ കാണുന്നതിന് വേണ്ടി, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നവകേരള സദസ്സ് നടത്തുകയായിരുന്നു കഴിഞ്ഞ 36 ദിവസം. ആ 36 ദിവസവും അദ്ദേഹം പലപ്പോഴും പല പൗരപ്രമുഖരെയും എല്ലാ ദിവസവും കണ്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരുതരം യാത്ര. ആ യാത്ര തുടങ്ങിയത് മുതൽ ഈ അവസാനിക്കുന്ന 36-ാം ദിവസം വരെയും ആ വലിയ കാരാവൻ പോലുള്ള വാഹനത്തിനുള്ളിൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രി. ഇപ്പോൾ ആ ഒരു മോഹം മുഖ്യമന്ത്രിക്ക് ഇനിയുള്ള ദിവസങ്ങളിലും ഇത്തരത്തിലൊരു പരിപാടിയുമായി മുന്നോട്ട് പോയാലോ എന്ന്, മുഖ്യമന്ത്രിക്ക് ഒരു കാരാവൻ സ്വന്തമായി ഉണ്ടാക്കിയാലോ എന്ന്. എന്നിട്ട് ആ കാരാവനിലിരുന്നു കൊണ്ട് 3-4 ഉദ്യോഗസ്ഥരെ കൂടെ കൂട്ടുവെച്ച് കഴിഞ്ഞാൽ, ഓഫീസ് സ്റ്റാഫുകളെ കൂടെ വെച്ചുകൊണ്ട് അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം കാരാവാനിൽ യാത്ര ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ കാരാവാനിൽ യാത്ര ചെയ്തുകൊണ്ട് ഈ കേരളത്തെ വല്ലാതെ അങ്ങ് പുരോഗതിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ നടത്താൻ പോകുന്നു എന്നാണ് പറയുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. കാരണം മുഖ്യമന്ത്രിക്ക് ഒരു കാരാവൻ അത്യാവശ്യമാണ്. കാരണം മുഖ്യമന്ത്രി നടക്കുന്നിടത്തെല്ലാം ഇത്തരത്തിലൊരു ആൾക്കൂട്ടം ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപ് വേണമെങ്കിൽ അദ്ദേഹത്തിന് കാരാവൻ, ഈ സിനിമാ നടന്മാരൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ കാരാവൻ. ആ കാരാവനകത്തിരുന്ന് സഞ്ചരിക്കാൻ ഒരു പ്രത്യേക പൂതിയാണ്. ഇപ്പോൾ ഈ ബസ്സിനുള്ളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരെ, കഴിഞ്ഞ 36 ദിവസമായിട്ട് ഒരു ബസ്സിനുള്ളിൽ ഇരുന്നു കൊണ്ട്, ഒരു കാരാവൻ പോലത്തെ ബസ്സിനുള്ളിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഭരണം നിയന്ത്രിച്ചത് നമ്മളെല്ലാം കണ്ടതാണ്. എത്ര ബഹുരസമായിരുന്നു. കാരണം നിയമസഭയും മന്ത്രിമന്ദിരങ്ങളും ഇവിടുത്തെ നമ്മുടെ സെക്രട്ടേറിയറ്റുമൊക്കെ അടച്ചുപൂട്ടിയിട്ടുകൊണ്ട് മന്ത്രിമാരില്ലാതെ, മുഖ്യമന്ത്രി ഇല്ലാതെ ഇവിടുത്തെ ഭരണം എന്ത് സരസമായി നടന്നു എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ വാഹനത്തിനുള്ളിൽ നിന്ന് നടത്തി എന്നുള്ളതാണ് 36 ദിവസം. ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ വയ്യ. പകരം അതുപോലത്തെ ഒരു ബസ് അദ്ദേഹത്തിന് വേണം, ഒരു കാരാവൻ അദ്ദേഹത്തിന് വേണ്ടി വരും. മുഖ്യമന്ത്രിയല്ല, ആരായാലും എല്ലാ ദിവസവും ഒരിടത്തിരുന്ന് ജോലി ചെയ്യുന്ന കാലമൊക്കെ കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. കോവിഡ് കാലത്ത് നമുക്കറിയാമല്ലോ, ഈ വർക്ക് ഫ്രം ഹോം എല്ലാവരും ശീലിച്ചിരുന്നു. ആ കാലത്തും അതിനുശേഷവുമായി സർക്കാരിലെ എല്ലാ ഫയലും ഈ ഫയലായി മാറുകയും ചെയ്തിരുന്നു. എവിടെ ഇരുന്നും നോക്കാം, എവിടെ ഇരുന്നും നമുക്ക് അത് നിയന്ത്രിക്കാം. ഇപ്പോൾ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ മാത്രം ഇരുന്ന് ജോലി ചെയ്യണമെന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഒരു യുക്തിയുണ്ടല്ലോ. ആ യുക്തി അതെന്താണ്? അദ്ദേഹത്തിന് സഞ്ചരിക്കുന്ന ഒരു ഓഫീസാണ് വേണ്ടത്. സഞ്ചരിക്കുന്ന ഒരു ഓഫീസ്. അത്യാവശ്യം 2-3 സ്റ്റാഫിനെ കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ, ആ ബസ്സിനൊപ്പം അല്ലെങ്കിൽ കാരാവിനൊപ്പം വച്ച് കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള വീഡിയോ കോൺഫറൻസിങ് സൗകര്യം അടക്കമുള്ള ഒരു കാരാവൻ. അതാണ് അദ്ദേഹത്തിന് ആവശ്യം. കാരണം ഈ യാത്രാവേളയിലൊക്കെ ഔദ്യോഗിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് നമ്മുടെ മുഖ്യമന്ത്രി വല്ലാതെ പാടുപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാരാവൻ വാഹനം എന്ന് പറയപ്പെടുന്ന ഒരുക്കണമെന്ന് ഇപ്പോൾ ADGP ആണ് നമ്മുടെ MR അജിത് കുമാർ, അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ടൊരു തീരുമാനമോ സ്ഥിരീകരണമോ ആയിട്ടില്ല എങ്കിൽ കൂടിയും മുഖ്യമന്ത്രിക്ക് വേണ്ടത് കനത്ത സുരക്ഷയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു അഭിപ്രായം രൂപപ്പെട്ടു വരുന്നു. നവകേരള യാത്രയ്ക്ക് ആധുനിക സൗകര്യങ്ങളുള്ള ബസ്സും മാത്രമല്ല അനുബന്ധ സംവിധാനങ്ങളുമൊക്കെ അനിവാര്യമായിരുന്നു എന്നാണ് യാത്ര അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനുശേഷം, അത് സമാപിച്ച ശേഷം പോലീസിൻ്റെ ഉന്നത നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ എന്ന് പറയപ്പെടുന്നത്. VIP-കൾ ഒരേ സ്ഥലത്തേക്ക് ഒരേ സമയം പല യാത്രകൾ ചെയ്യുമ്പോൾ അത് ഓരോരുത്തർക്കും പ്രത്യേകം സുരക്ഷ ഒരുക്കുന്നത് അപ്രായോഗികമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു തലത്തിൽ ബസ് എന്ന് പറയപ്പെടുന്നത് മികച്ച മാതൃകയായിരുന്നു. നവകേരള സദസ്സിലെ ബസ്സിനെ കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ. അതായത് നവകേരള സദസ്സ് നടക്കുമ്പോൾ ഈ 21 മന്ത്രിമാരടക്കം ഒന്നിച്ചു പോകുന്ന ഒരു കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത്. ADGP MR അജിത് കുമാർ പറയുന്നത്, അങ്ങനെ ഓരോരുത്തരും, ഓരോ VIP-കളും പ്രത്യേകമായിട്ടാണ് വന്നിരുന്നെങ്കിൽ തകർന്ന് തരിപ്പണമായി പോയതിനെ ഇവിടുത്തെ ഗതാഗത സംവിധാനങ്ങൾ അടക്കമെന്ന്. ഇവരുടെ മാതൃകാപരമായുള്ള സമീപനത്തിലൂടെയാണ് ഇപ്പോൾ വലിയ പരിക്കുകളൊന്നും കൂടാതെ പിണറായി വിജയനും സംഘവും ആ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നത് എന്നാണ് MR അജിത് കുമാർ പറയുന്നത്, ADGP. അപ്പോൾ അത്തരത്തിൽ മറ്റ് സമാനതകളില്ലാത്ത രീതിയിലുള്ള ഒരു സംവിധാനം, അതാണ് നവകേരള സദസ്സിൽ പോലീസ് സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബസ്സിനുള്ളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇരിക്കുമ്പോൾ അവർക്കുള്ള
ക്രമീകരണങ്ങൾ മാത്രം മതി, അവർക്കുള്ള സുരക്ഷാ സംവിധാനങ്ങൾ മാത്രം ഒരുക്കിയാൽ മതി എന്നുള്ളത് കൊണ്ട് തന്നെ അത് വലിയൊരു മാതൃകയായിരുന്നു എന്നാണ് പറയുന്നത്. അതേ സമാന മാതൃകയിൽ ഇപ്പോൾ സഞ്ചരിക്കുന്ന വാഹനം അത് സ്ഥിരമായിട്ട് മുഖ്യമന്ത്രിക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് സുഖം പറ്റിപ്പോയി കേട്ടോ. നമ്മളെ ഈ നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബസ്സിലെ യാത്രയുണ്ടല്ലോ, വല്ലാതെ സുഖിച്ചു എന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ മാധ്യമങ്ങളാണ് എല്ലാ കാര്യങ്ങളും വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് എന്ന് കൂടി ഈ നമ്മുടെ ADGPക്ക് ഒരു വാദമുണ്ട്. നവകേരള സദസ്സ് തുടങ്ങിയതിന് ശേഷമാണ് കാസർഗോഡ് നിന്ന് ഈ സംവിധാനം ആരംഭിക്കുന്നതും പിന്നീട് സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അല്ലെങ്കിൽ വടക്കൻ ജില്ലകൾ വിട്ടുവിട്ട് മുന്നോട്ട് വരുമ്പോൾ പിണറായി വിജയന് മതിയായ സുരക്ഷ ആവശ്യമാണ് എന്ന് തോന്നുകയും ചെയ്യുന്നു എന്നാണ് ADGP പറയുന്നത്. കാരണം പ്രധാനമായിട്ടും മാവോയിസ്റ്റ് ഭീഷണിയായിരുന്നു പല സ്ഥലങ്ങളിലും. വടക്കേന്ത്യയിലുള്ളതുപോലെ നക്സൽ ഭീഷണി അത്ര ഗൗരവമായി നമ്മുടെ കേരളത്തിൽ കാണുന്നില്ല എങ്കിലും എന്നാൽ കുറച്ച് കാണാതിരിക്കുകയാണ് എന്നുകൂടി അദ്ദേഹം പറയാണ്. സെറ്റ് കാറ്റഗറിയിലുള്ള VIP-ക്ക് സുരക്ഷ ഒരുക്കുമ്പോൾ അവിടെ ഒരു നേരിയ ഒരു സാധ്യത പോലും തള്ളിക്കളയാതെ പരിഗണിക്കേണ്ടി വരും എന്നുകൂടി പറയുന്നു. ഏറ്റവും കാര്യക്ഷമമായി മാവോയിസ്റ്റ് ഭീഷണി കൈകാര്യം ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് എന്നാണ് ADGPയുടെ വാദം. സമീപകാലത്ത് എത്ര ഏറ്റുമുട്ടലുണ്ടായി എന്നും എത്ര പേർ അറസ്റ്റിലായി എന്നും മാത്രമല്ല എത്ര പേർ കൊല്ലപ്പെട്ടു എന്നെല്ലാം നമ്മുടെ മുമ്പിൽ കണക്കുകളുണ്ട്. ആ കണക്കുകൾ നോക്കേണ്ടതുമാണ്. സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നവർ അത് ചെയ്യട്ടെ എന്നായിരുന്നു യാത്ര തുടങ്ങും മുൻപ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാണ് MR അജിത് കുമാർ പറയുന്നത്. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോയത് എവിടെയാണ് എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം പെരുമ്പാവൂരിൽ ബസ്സിന് നേരെ ഷൂ എറിഞ്ഞത് അത് മുതലാണ് പോലീസും കുറച്ച് അഗ്രസീവായത്. ഇവിടെയാണ് എനിക്ക് അജിത് കുമാറിനോടൊരു വിയോജിപ്പുണ്ടാകുന്നത്. കാരണം പ്രതിഷേധം തുടങ്ങിയപ്പോൾ മുതൽ അടിയും തുടങ്ങി സഖാക്കൾ ഇറങ്ങി അടി തുടങ്ങിയപ്പോൾ ഈ പോലീസുകാർ ഇപ്പോൾ പറയുന്ന നമ്മുടെ MR അജിത് കുമാറിൻ്റെ പോലീസ് സംവിധാനം നോക്കുകുത്തികളായി നിന്നു എന്നുള്ളതാണ്. നിങ്ങളീ പറയുന്ന സംവിധാനങ്ങളൊന്നും നിങ്ങളുടെ ഈ അഗ്രസീവ്നെസ് ഒന്നും അവിടെയൊന്നും ആരും കണ്ടില്ല ശ്രീ MR അജിത് കുമാർ. പകരം നിങ്ങൾ ഈ DYFIയുടെയും CPMൻ്റെയും ഗുണ്ടകൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നു. അവർ നടത്തുന്നത് എന്താണോ അത് കണ്ട് നോക്കി നിൽക്കുന്ന പോലീസുകാരെ കാണേണ്ടി വന്നു എന്നുള്ള ഗതികേടിലാണ് കേരളത്തിലെ സമൂഹം. അതുകൊണ്ടാണ് കേരളം ഈ നവകേരള യാത്രയോട് ഒരിക്കലും സമരസപ്പെടാത്തത്. അവിടെയാണ് നിങ്ങളിപ്പോൾ അതിനകത്ത് പങ്കെടുത്തവർക്ക് മുഖ്യമന്ത്രി മെഡലടക്കം കൊടുക്കാൻ പോകുന്നത്. എന്ത് നേട്ടമുണ്ടാക്കിയിട്ടാണ് ഈ മെഡൽ കൊടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ മെഡലുകളെല്ലാം കൂടി വാരി നിങ്ങൾ ആ DYFIയുടെ ഗുണ്ടകൾക്കോ അല്ലെങ്കിൽ CPMൻ്റെ ഗുണ്ടകൾക്കോ കൊടുക്കുമോ? അവർക്കാണ് കൊടുക്കേണ്ടത്. കാരണം അവരാണല്ലോ ഈ സമരക്കാരെ അല്ലെങ്കിൽ പ്രതിഷേധക്കാരെ അടിച്ചൊതുക്കിയത്. പൂച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടുമൊക്കെ തലയൊക്കെ അടിച്ചു പൊട്ടിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയത്, അതായത് മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്തിയത് പോലീസല്ല, പകരം DYFIയും DYFIയുടെ ഗുണ്ടകളും ഒപ്പം തന്നെ CPMും CPMൻ്റെ ഗുണ്ടകളുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ അവാർഡൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഇവർക്ക് കൊടുക്കൂ, ഈ CPMകാർക്കും DYFIയുടെ ഗുണ്ടകൾക്കും കൊടുക്കൂ. അതിനുശേഷം ബാക്കിയുള്ളവരെ പരിഗണിച്ചാൽ മതി. പിന്നെ പോലീസ് ഈ പറയുന്ന പോലെ പോലീസ് വളരെ അഗ്രസീവായത് പെരുമ്പാവൂരിന് ശേഷമാണ്. ഒരു ഷൂ എറിഞ്ഞാൽ തകർന്നു പോകുന്നതാണോ? ഷൂ എന്ന് പറയപ്പെടുന്ന മിസൈലാണോ പോലീസെ? നമ്മുടെ പോലീസിനെക്കുറിച്ച്, കേരള പോലീസിനെക്കുറിച്ച് ലോക പോലീസുകളോടൊപ്പം നിൽക്കാൻ കഴിവുള്ളവരാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അത്രയും തരത്തിൽ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് ഈ പോലീസിൻ്റെ ഇത്തരത്തിലുള്ള ബുദ്ധിയില്ലായ്മ കാണുമ്പോൾ സഹതാപം തോന്നുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതുവരെയുള്ള പ്രതിഷേധക്കാർ വാഹനവ്യൂഹത്തിന് മുന്നിൽ ചാടാതെ പിടിച്ചു നിർത്തുകയും അത്യാവശ്യമുള്ള സ്ഥലത്ത് ഒരല്പം ബലപ്രയോഗമൊക്കെ നടത്തുകയും ചെയ്തു എന്നാണ് നമ്മുടെ ADGPയുടെ വാദം. പിന്നീട് പോലീസ് നടപടി എന്ന് പറയപ്പെടുന്ന ഒരല്പം കടുപ്പത്തിലായിപ്പോയി എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ തടസ്സമില്ലാതെ ആർക്കും ഷൂ എറിയാമെന്ന് വന്നാൽ പിന്നെ എന്ന് പറയപ്പെടുന്നത് കല്ലായിട്ട് മാറും ഷൂവിന് പകരം. അതായത് അദ്ദേഹത്തെ അപായപ്പെടുത്താൻ പറ്റിയ എന്തു വസ്തുവുമാകാം പിന്നെ ഇവർ ഉപയോഗിക്കുന്നത് പ്രതിഷേധക്കാർ. അത്തരത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് വലിയ സ്ഥിതിവിശേഷം വളരെ ഭീകരമാക്കി മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് അനുവദിക്കാൻ പാടില്ല എന്ന് താഴെത്തട്ടിലേക്ക് നിർദ്ദേശം കൊടുക്കുകയായിരുന്നു ADGP എന്ന് ADGP ആയിട്ടുള്ള MR അജിത് കുമാർ പറയുന്നുണ്ട്. ആ എയറിനെയൊക്കെ വെറും പ്രതിഷേധമായി കാണാൻ കഴിയില്ല എന്നതിന് തെളിവാണല്ലോ പിന്നീട് അവരുടെ നേതാക്കൾ തന്നെ അതിനെ മാറ്റിപ്പറഞ്ഞത് അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞത് എന്നാണ് ADGP പറയുന്നത്. എൻ്റെ പൊന്ന് ADGP, നിങ്ങളെ നയിക്കുന്ന സംവിധാനമുണ്ടല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേതാവ് എന്ന് പറയപ്പെടുന്നത് ലീഡർഷിപ്പിലുള്ള ആൾ, മുഖ്യമന്ത്രി, നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രി, അദ്ദേഹത്തെ ഇങ്ങനെ പുകഴ്ത്താൻ നിൽക്കണ്ട. അദ്ദേഹത്തിനെ ഇങ്ങനെ നിങ്ങൾ പൂമൂടാനും നിൽക്കണ്ട.
അദ്ദേഹം പറഞ്ഞു തരുന്ന മണ്ടത്തരങ്ങൾ നിങ്ങളെപ്പോലുള്ളവർ കൂടി ആ മണ്ടത്തരങ്ങൾ വിളമ്പുന്നു എന്നറിയുമ്പോൾ മാത്രമാണ് സങ്കടം, വിഷമം. ഇത്രയും വിവരമുള്ള ഒരു സേന, ഇത്രയും കഴിവുള്ള ഒരു സേനയെ ഇങ്ങനെ നോക്കുകുത്തികളാക്കി മാറ്റുന്നല്ലോ ഇത്തരത്തിലുള്ള വലിയ വലിയ ഏമാന്മാർ എന്നറിയുമ്പോൾ അതിനോടൊരു സഹതാപം തോന്നുന്നുണ്ട്. ബുദ്ധിമാന്മാരായ 1000 പേരുള്ള ഒരു വലിയ സേനയാണ് കേരള പോലീസ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ആ പോലീസിനെ നിങ്ങളിങ്ങനെ നോക്കുകുത്തികളാക്കി തീർക്കുന്നത് അവരുടെ മനോബലം കെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പോലീസ് എന്ന് പറയപ്പെടുന്ന സംവിധാനം വളരെ വലിയ മാതൃകയാക്കി മാറ്റേണ്ടതാണ്. നമ്മുടെ ജനങ്ങൾക്ക് തുണയായി മാറേണ്ടവരാണ്. ശ്രീ എം.ആർ. അജിത് കുമാർ, താങ്കളോടും നമുക്ക് സത്യം പറഞ്ഞാൽ ഇത്തരത്തിൽ താങ്കൾ ഇതിനെ ഇങ്ങനെ ഈ പിണറായി വിജയൻ പറയുന്ന മണ്ടത്തരങ്ങൾക്കെല്ലാം കൂട്ടുനിൽക്കുന്നു എന്ന് പറയപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും ലജ്ജ തോന്നുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഇവരെയൊക്കെ താങ്ങി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്? പകരം പ്രതിഷേധക്കാരെ നിങ്ങൾ അമർച്ച ചെയ്യുകയോ പ്രതിഷേധത്തിന് നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. പോലീസ് സംവിധാനം ഏത് തരത്തിലാണ് ഉപയോഗപ്പെട്ടത്, അവിടെ ഏത് തരത്തിലാണ് പോലീസ് സംവിധാനത്തിനെ ഉപയോഗിച്ച് ഈ പിണറായി വിജയനെ നിങ്ങൾക്ക് രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞത്? അങ്ങനെ നിങ്ങളീ പറയുന്ന രക്ഷപ്പെടുത്തലുകൾ, നേരത്തെ ഒരു ഷൂവെയറിനെ കുറിച്ച് പറഞ്ഞു, അത് നാളെ കല്ലേറായി മാറാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അപായപ്പെടുത്തുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ആയി മാറാം എന്ന് പറയുന്നത് വിഡ്ഢിതമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നുകൂടി പറയട്ടെ ശ്രീ എം.ആർ. അജിത് കുമാർ. അതുകൊണ്ട് നിങ്ങളുടെ ഈ പൊന്നു തമ്പുരാന് വേണ്ടിയിട്ടൊരു കാരാവൻ വാങ്ങിക്കൊള്ളൂ. ആ കാരാവനിലാകട്ടെ ഇനി പിണറായി വിജയൻ്റെ യാത്രകളൊക്കെ. അങ്ങനെ ഇനി വിജയകാഹളം മുഴക്കി നവകേരള സദസ്സ് കഴിഞ്ഞതിന് ശേഷം ആ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ കഴിയാത്ത വണ്ണം അതിനോട് കുറെ കൂടി അടുപ്പം തോന്നുന്ന തരത്തിലേക്ക് പിണറായി വിജയൻ ആയി എങ്കിൽ ഇനി അദ്ദേഹത്തിൻ്റെ ഭരണം എന്ന് പറയപ്പെടുന്നത് കാരാവനുള്ളിലാകട്ടെ, അതിനകത്തേക്ക് 3-4 സ്റ്റാഫുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു കാരാവൻ യാത്ര നടത്തട്ടെ നമ്മുടെ പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ തേരോട്ടം അങ്ങനെ തുടർന്നുകൊണ്ടേ പൊയ്ക്കൊണ്ടേ, അദ്ദേഹം ഒരു ചക്രവർത്തിയായി മുന്നോട്ട് പോകട്ടെ. പക്ഷേ ഇതെല്ലാം കാണുന്ന ജനമുണ്ട്. അവർ നിങ്ങൾക്കെതിരെ ഒരു വിധിയും അവരുടെ മനസ്സിലുണ്ടാകുമെന്നുള്ള കാര്യം മറന്നു പോകരുതേ സഖാക്കളെ.